ഈ കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കേണ്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കി. തങ്ങളെ പോലെയുള്ള എത്ര നിഷ്കളങ്ക ബാല്യങ്ങളാണ് ഭൂമിയുടെ അഗാധതയിലേക്ക് മറഞ്ഞത്. ഇതിനൊക്കെ കാരണം നാം തന്നെയല്ലേ? എന്നാൽ പഴയ വയനാടിനെ നമുക്ക് പുനർനിർമ്മിക്കേണ്ടതുണ്ട്. ഈ സന്ദേശം ഈ കവിതയുടെ രണ്ടാം പകുതിയിലൂടെ എൻ്റെ സഹോദരൻ ശ്രീ രാജൻ കിരിയത്ത് എൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ച് വളരെ മനോഹരമായ വരികൾ എഴുതി. പ്രത്യാശയുടെ കിരണങ്ങൾ ഈ ജനതയുടെ മണ്ണിൽ പതിയട്ടെ. സംഗീതം ശ്രീ മാത്യു ഇട്ടി. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടില് പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടില് പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അന്നവിടൊരു വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ. ആ നാട്ടിൽ തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ, മരമുട്ടിൽ കളിച്ചിരി പറയാൻ ചങ്ങാതികളോടുണ്ടാർന്നേ. ആ നാട്ടിൽ തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ, മരമുട്ടിൽ കളിച്ചിരി പറയാൻ ചങ്ങാതികളോടുണ്ടാർന്നേ. നല്ല മഴ പെയ്ത്തുണ്ടാർന്നേ, നരകത്തിൻ ചൂടില്ലാർന്നേ, തീവട്ടിക്കളവില്ലാർന്നേ, തിന്നണതൊന്നും വിഷമല്ലാർന്നേ. നല്ല മഴ പെയ്ത്തുണ്ടാർന്നേ, നരകത്തിൻ ചൂടില്ലാർന്നേ, തീവട്ടിക്കളവില്ലാർന്നേ, തിന്നണതൊന്നും വിഷമല്ലാർന്നേ. ഒരു വീട്ടിലടുപ്പു പുകഞ്ഞാൽ മറുവീട്ടിൽ പല്ലില്ലാർന്നേ, ഒരു കണ്ണു കരഞ്ഞു നിറഞ്ഞാൽ ഓടി വരാൻ പലരുണ്ടാർന്നേ. ഒരു വീട്ടിലടുപ്പു പുകഞ്ഞാൽ മറുവീട്ടിൽ പല്ലില്ലാർന്നേ, ഒരു കണ്ണു കരഞ്ഞു നിറഞ്ഞാൽ ഓടി വരാൻ പലരുണ്ടാർന്നേ. നാടെങ്ങും മതിലില്ലാർന്നേ, നടവഴിയുടെ വഴി നൂറുണ്ടാർന്നേ, 4 മണിപ്പൂവുണ്ടാർന്നേ, നല്ലോ ചൊല്ലിനു വിലയുണ്ടാർന്നേ. നാടെങ്ങും മതിലില്ലാർന്നേ, നടവഴിയുടെ വഴി നൂറുണ്ടാർന്നേ, 4 മണിപ്പൂവുണ്ടാർന്നേ, നല്ലോ ചൊല്ലിനു വിലയുണ്ടാർന്നേ. പല മതമുണ്ടാർന്നേ, അതിനപ്പുറമൻപുണ്ടാർന്നേ, നിന്റെ പടച്ചോനെന്നുള്ളൊരു തല്ലില്ലാർന്നേ. അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറമൻപുണ്ടാർന്നേ, നിന്റെ പടച്ചോനെന്നുള്ളൊരു തല്ലില്ലാർന്നേ. നാടിനെ കണ്ടവരുണ്ടോ? എങ്ങോട്ടതുപോലറിവുണ്ടോ? ആ നാട്
കനവായോ വീട്ടിലൊക്കെ ആരോടെയൊന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് രക്ഷപ്പെട്ട സ്കൂളിന്റെ അവിടെ നിലയെന്ന് മറിഞ്ഞു വീണ് പോന്നതാ. വീട്ടിലൊക്കെ വരാനുള്ള ആരോടെയൊന്ന് നിങ്ങളൊന്ന് പറ. 2 നാൾ മുമ്പ് നിലമ്പൂരിൽ ചാലിയാറിന്റെ തീരത്ത് നിന്ന് നീതുവിനെ കണ്ടെടുത്തു. തിരിച്ചറിയാനാകാത്ത വിധം. നമ്മെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഹൃദയം പിറക്കുന്ന വേദനയുടെ നിമിഷങ്ങളാണ്. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. ദുരന്തഭൂമിയായ ചൂരൽമലയിലെ അതിജീവിച്ചവർ നന്ദിയോടെ ഓർക്കുന്ന ഒരു പേരുണ്ട്. പ്രജീഷ് എന്നാണ് അയാളുടെ പേര്. 36 വയസ്സ് മാത്രമാണ് പ്രായം. ഉരുൾപൊട്ടിയ ആ ദിവസം രാത്രി ആദ്യത്തെ ഉരുൾപൊട്ടിയതിന് പിന്നാലെ ജീപ്പുമായി മലകൾ കയറിയിറങ്ങി പ്രജീഷ് രക്ഷിച്ചത് ഏതാണ്ട് 100ഓളം പേരെയാണ്. 12 മണിയാകുമ്പോൾ പ്രജീഷിന് ഫോൺ വന്നു. പാലട്ടാ, നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്നുള്ള ആളുകളെ കൂട്ടിയിട്ട് വാ, ഇവിടെ കുറേ ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ട്, അവരൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തണം, നിങ്ങളവിടെ കിടന്ന് ഉറങ്ങല്ലേ. അവസാനം ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ എല്ലാവരും കൂട്ടി 10 പേരെ കൂട്ടി. അതിൻ്റെ ഇടയിൽ ഇവൻ ഫോൺ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പല
ബാലേട്ടാ ഞാൻ പള്ളിക്കുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്, അവൻ്റെ മുകളിൽ നസീർക്ക് കുടുങ്ങിയിട്ടുണ്ട്, നസീറിനെ രക്ഷപ്പെടുത്തണം. ബാക്കിയുള്ളവരൊക്കെ ഞാൻ ഒരുവിധ ആൾക്കാരൊക്കെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ജീപ്പ് കൊണ്ട് കിട്ടുന്ന ആളുകൾ ബംഗ്ലാവിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ പ്രജീഷിനെ പിന്നെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും രണ്ടാമത്തെ പൊട്ട് പൊട്ടുന്ന സൗണ്ട് കേട്ടു. അപ്പോൾ പ്രജീഷ് പറഞ്ഞു, ഞാൻ നസീർ ഖാൻ്റെ വീടിൻ്റെ അവിടെ എത്താറായി എന്ന് മാത്രം ഫോണ് മാത്രം എനിക്ക് കേട്ടുള്ളൂ, പിന്നെ ഒന്നും കണ്ടില്ല. പിന്നെ അവിടുന്ന് ഇപ്പോൾ കണ്ട ദൃശ്സാക്ഷികൾ അതിന് മേലുള്ളവരൊരു പുഴയിലൊരു ടോർച്ചും ഫ്രണ്ടിലൊരു കയ്യും മുന്നോട്ട് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ കയ്യിലൊരു വലിയ ടോർച്ചുണ്ട് എപ്പോഴും. ആ ടോർച്ച് അവൻ ഉപയോഗിച്ചു. അവൻ ഈ നാടിൻ്റെ ഏറ്റവും വലിയൊരു സ്വത്താണ്. കാരണം എൻ്റെയൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്ത് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ടതാണ്. അവർ അമ്മയത്ത് ഞങ്ങൾ പോയിട്ട് അവൻ മരിച്ചു എന്ന് പറയുന്നത് സങ്കടം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അയാളെ ഓർക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വലിയൊരു വേദനയാണ്. കാരണം എന്താ പറയുക, ഇനി ആ നാടിന് ഞങ്ങൾക്കില്ലല്ലോ. അവൻ്റെ വീടിരിക്കുന്ന സ്ഥലം പോലും ഈ കുഞ്ഞുങ്ങൾ ദാ പറയുന്നു, വയനാടിൻ ദുരിതക്കാഴ്ചകൾ